സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഒറ്റപ്പാലം താലൂക്ക് തല നിക്ഷേപക സംഗമം പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ സംരംഭം നാടിന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി 2023-24 സംരംഭക വർഷം ഒറ്റപ്പാലം താലൂക്ക് തല നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അഭിപ്രായങ്ങളും സംശയ നിവാരണവുമാണ് ഇന്നത്തെ ഈ സംഗമത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. 30 പേരാണ് ഇവിടെ വരേണ്ടത് എന്നാണ് ഇന്ന് സൂചിപ്പിച്ചത്. 29 പേരും ഇന്നിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 30ആയി ഞാൻ ഏറ്റവും ഒടുവിൽ ഒരാൾ ഉൾപ്പെടുന്നത് കണ്ടു. 30 പേരും ഇവിടെ ഇന്ന് വരേണ്ട 30 പേരും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, പൊതുവിൽ കേരളത്തിന്റെ ഒരു പ്രത്യേകത ജനസാന്ദ്രത പോലെ തന്നെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സമൂഹവും കേരളമാണ്. ഇവിടെ ഇപ്പോ തൊഴിലില്ലായ്മ എന്ന ഒറ്റ വാക്കിൽ അതിന് പറയുമ്പോൾ നമുക്ക് പല പല ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുള്ളത്. അപ്പോൾ ഇവിടെ തൊഴിലില്ലാന്ന് പറഞ്ഞിട്ട് നമുക്ക് തൊഴിലില്ലാത്തവരുടെ എണ്ണം കൂടുതലാണ് എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന ഒരു സമൂഹമാണ്. എന്തെങ്കിലും ഒരു തൊഴിലെന്നല്ല, തങ്ങളുടെ ശേഷിക്കും കഴിവിനും മികവിനും അനുസരിച്ച ഒരു തൊഴിൽ എന്നത് സ്വപ്നമായി കൊണ്ട് നടക്കുന്നവർക്ക് അവർക്ക് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ട അന്തരീക്ഷമാണ് ഉള്ളത്. പക്ഷെ അതിൽ കേരളം വലിയ മാറ്റം വരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC മുഖേന തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. PSC മുഖേന കൊടുക്കുന്ന തൊഴിലിനൊക്കെ എണ്ണത്തിൽ പരിമിതിയുണ്ട്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു തൊഴിൽ തരൂ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് നിങ്ങൾ ഒരു സംരംഭകയാകൂ എന്ന് പറയുകയാണ്. ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസ് ADIO ബൈജു K സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ അബ്ദുൾ രാജീവ് PV മുഖ്യപ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം നഗരസഭ IEO രാഹുൽ വിജയ് നന്ദി അറിയിച്ചു. സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ എൻവറോൺമെന്റൽ എഞ്ചിനീയർ ദിനേശും ഓഡിറ്റ് GST സംരംഭകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ചാർട്ടേഡ് അക്കൗണ്ട് സരിൻ ചന്ദ്രൻ, വ്യവസായ വകുപ്പിന്റെ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം ബ്ലോക്ക് IEO നൌഫൽ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് IEO ചന്ദ്രശേഖരൻ, ഷൊർണൂർ നഗരസഭ IEO ബിനു ഗോപാൽ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. 6ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടി ഒറ്റപ്പാലം സ്വദേശി സ്നേഹ സന്തോഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആലുവയിൽ പിഞ്ചു ബാലികയുടെ ക്രൂരമായ കൊലപാതകം പ്രമേയമാക്കിയ നാടോടി നൃത്തത്തിൽ ഉറച്ച ചുവടുകളുമായി സ്നേഹ അരങ്ങ് തകർത്തപ്പോൾ നേടിയത് A ഗ്രേഡിന്റെ തിലക്കം. ഒറ്റപ്പാലം വരോട് KPSM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയും ഒറ്റപ്പാലം തോട്ടക്കര കളരിത്തൊടി സന്ധ്യാനിവാസിൽ സന്തോഷ് സജിത ദമ്പതികളുടെ മകളുമായ സ്നേഹയുടെ ഈ നേട്ടം നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മാർത്ഥതയുടെയും ചിട്ടയായ പരിശീലനത്തിന്റെയും കൂടിയാണ്. നേരത്തെ ഉപജില്ലാ കലോത്സവത്തിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സ്നേഹ വിദ്യാഭ്യാസ വകുപ്പിന് അപ്പീൽ നൽകിയെങ്കിലും അപ്പീൽ തള്ളിയതോടെ ഹൈക്കോടതി വിധി വഴിയാണ് പാലക്കാട് നടന്ന റവന്യൂ ജില്ലാ മേളയ്ക്ക് യോഗ്യത നേടിയത്.
പ്രശസ്ത കലാകാരൻ സുനിൽ പാവറട്ടിയാണ് പരിശീലകൻ. 3ാം ക്ലാസ് മുതൽ തന്നെ ഒറ്റപ്പാലത്തെ വസന്ത ടീച്ചറുടെ നേതൃത്വത്തിലുള്ള സൗപർണിക നൃത്തകലാകേന്ദ്രത്തിൽ ക്ലാസിക്കൽ ഡാൻസും അഭ്യസിച്ചു വരുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഭക്ഷ്യവകുപ്പ് താലൂക്ക് തല പരിശോധന നടത്തി. പൊതുവിപണിയിലെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ലാ താലൂക്ക് തല സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന ആരംഭിച്ചു. ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 45 വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഇതിൽ 8 സ്ഥാപനങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, മറിച്ചു വിൽപ്പന എന്നിവ തടയുന്നതിനും വില വർധനവ് പിടിച്ചു നിർത്തുന്നതിനുമായി കർശന പരിശോധന നടത്താൻ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. പൊതുവിതരണ, ഭക്ഷ്യസുരക്ഷ, ലീഗൽ മെട്രോളജി, റവന്യൂ, പോലീസ്, GST വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജില്ലാ കളക്ടറുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാലക്കാട്, ചിറ്റൂർ താലൂക്കുകളിൽ അതിർത്തി ഗ്രാമങ്ങളിൽ കർശന പരിശോധന നടത്തുമെന്നും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സ്ഥാപന ഉടമകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. പിന്നീടിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. തിരുവില്ലാമല GLP സ്കൂളിൽ ക്ലാസ് നടക്കുമ്പോൾ സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര അടർന്നു വീണ അപകടം. തിരുവില്ലുവാമല GLP സ്കൂളിലെ മേൽക്കൂരയാണ് ഇന്നലെ രാവിലെ ക്ലാസ് നടക്കുമ്പോൾ അടർന്നു വീണത്. മേൽക്കൂരയിൽ നിന്ന് ഓടുൾപ്പെടെയാണ് താഴെ വീണത്. കുട്ടികൾ ഇരിക്കുന്നതിൻ്റെ മറുഭാഗത്താണ് മേൽക്കൂര വീണത്. ഇതിനാൽ പ്രീ പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. 71 പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും 196ഓളം LP വിദ്യാർത്ഥികളുമാണ് ഈ സ്കൂളിലുള്ളത്. കഴിഞ്ഞ ദിവസം 4 സ്കൂളുകളിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 5 കോടി രൂപ അനുവദിച്ചപ്പോഴും ഈ സ്കൂൾ അവഗണിക്കപ്പെട്ടത് ഗുരുതരമായ വീഴ്ചയാണെന്ന് PTA പ്രസിഡന്റ് വേണു പി നായർ പറഞ്ഞു. വികസന നിറവിൽ ഷൊർണൂർ നിയോജക മണ്ഡലം. അടയ്ക്കാപുത്തൂർ കല്ലുവടി റോഡ്, GHSS, ചെർപ്പുളശ്ശേരി, ഷൊർണൂർ ഗണേശഗിരി സ്കൂൾ കെട്ടിടങ്ങൾ, ചെർപ്പുളശ്ശേരി ടൗൺ നവീകരണം എന്നിവയും പശ്ചാത്തല സൗകര്യങ്ങളും ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ മെച്ചപ്പെട്ടു. 16.128 കോടി കിഫ്ബി ഫണ്ടിൽ അടയ്ക്കാപുത്തൂർ കല്ലുവടി റോഡ് പ്രവൃത്തി പൂർത്തിയായി. ഷൊർണൂർ മണ്ഡലത്തിലെ വെള്ളിനേരി പഞ്ചായത്തിനെയും ഒറ്റപ്പാലം മണ്ഡലത്തിലെ പൂക്കോട്ടുകാവ് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. BM&BC നിലവാരത്തിലാണ് റോഡ് പൂർത്തീകരിച്ചത്. 2017-18 സംസ്ഥാന ബജറ്റിൽ 4.5 കോടിയിൽ ചളവറ ചേറമറ്റക്കാവ് റോഡ് പൂർത്തിയായി. 25 ലക്ഷം രൂപ ചെലവിൽ ഷൊർണൂർ നഗരസഭയിലെ കുളപ്പുള്ളി അർബൻ ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. വിദ്യാഭ്യാസ മേഖലയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. 5 കോടി കിഫ്ബി ഫണ്ടിൽ ചെർപ്പുളശ്ശേരി GHSS സ്കൂൾ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. 1 കോടി ഫണ്ടിൽ ഷൊർണൂർ ഗണേശഗിരി സ്കൂൾ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പുരോഗമിക്കുന്നത് നിരവധി പദ്ധതികളാണ്. 207.8 കോടിയിൽ ചെർപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതി ചെർപ്പുളശ്ശേരി നഗരസഭയിലെയും അനങ്ങനടി, ചളവറ, തൃക്കടീരി പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായാണ് ചെർപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കുടിവെള്ള പദ്ധതിക്കായി ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 187.81 കോടി രൂപയ്ക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അനങ്ങനടി, ചളവറ, തൃക്കടീരി പഞ്ചായത്തുകളും ചെർപ്പുളശ്ശേരി നഗരസഭയും സംയുക്തമായി പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ടാപ്പുകൾ വഴി ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം. ജൽജീവൻ പദ്ധതിക്ക് പുറമെ ചെർപ്പുളശ്ശേരി നഗരസഭ കുടിവെള്ള പദ്ധതിക്കായി സ്റ്റേറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപയും അമൃത് 2ാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി 10 കോടി രൂപയും വകയിരുത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 39.6 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെർപ്പുളശ്ശേരി ടൗൺ നവീകരണം, ഇതിൽ 28.17 കോടിയുടെ സിവിൽ വർക്കുകൾ, ചെർപ്പുളശ്ശേരി സർക്കാർ ആശുപത്രി മുതൽ ഒറ്റപ്പാലം ജംഗ്ഷൻ വരെ 750 മീറ്റർ റോഡും BMNBC ചെയ്ത് 4 വരി പാതയാക്കും. നടപ്പാത, ഓവർബ്രിഡ്ജ്, അഴുക്കുചാൽ, വഴിവിളക്കുകൾ സ്ഥാപിക്കും. നെല്ലായ സിറ്റി മുതൽ കച്ചേരിക്കുന്ന് വരെയുള്ള 4 കിലോമീറ്റർ ടൗൺ ഭാഗം ഉൾപ്പെടുത്താതെ വീതി കൂട്ടും. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ജനറൽ വിഭാഗത്തിന് ഭവന പുനരുദ്ധാരണത്തിന് 1ാം ഗഡു വിതരണം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം വാങ്ങിയ ഭവന പുനരുദ്ധാരണം ജനറൽ പദ്ധതിയുടെ വിതരണോദ്ഘാടനം ഒറ്റപ്പാലം നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നിർവഹിച്ചു. നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകളായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന്, എങ്ങനെയെല്ലാം ആകണമെന്ന് നമുക്ക് തന്നെ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും കഴിയുന്ന സുതാര്യമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് നമ്മുടെ കേരളം പിന്തുടരുന്നത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന 211 ജനറൽ വിഭാഗക്കാർക്കും 44 പട്ടികജാതി വിഭാഗക്കാർക്കും കൂടി ആകെ 285 ഗുണഭോക്താക്കൾക്ക് ഭവന പുനരുദ്ധാരണത്തിന് ആനുകൂല്യം നൽകുന്നുണ്ട്. രേഖാ പരിശോധന നടത്തി നിർവഹണ ഉദ്യോഗസ്ഥനുമായി കരാർ വയ്ക്കുന്ന ഗുണഭോക്താവിന് 1ാം ഗഡുവായി 10,000 രൂപ കൈമാറും. തുടർന്ന് പ്രവൃത്തി പൂർത്തീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് ബാക്കി തുകയായ 10,000 രൂപ കൂടി കൈമാറും. ജനറൽ വിഭാഗക്കാർക്ക് 20,000 രൂപയും SC ഗുണഭോക്താക്കൾക്ക് 30,000 രൂപയുമാണ് ഗ്രാമപഞ്ചായത്ത് ധനസഹായം നൽകുന്നത്. സമീപകാലത്ത് ഭവന പുനരുദ്ധാരണം ഇനത്തിൽ ഗ്രാമപഞ്ചായത്ത് നൽകിയ ധനസഹായങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതിയാണ് ഇത്തവണ നടപ്പാക്കുന്നത്. ഭവന പുനരുദ്ധാരണം പദ്ധതിക്ക് പുറമെ അതിദാരിദ്ര്യ സർവേയിൽ കണ്ടെത്തിയ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ 50 ജനറൽ വിഭാഗക്കാർക്ക് ഭവന നിർമ്മാണ ധനസഹായവും ഇത്തവണ ഗ്രാമപഞ്ചായത്ത് നൽകുന്നുണ്ട്. പരിപാടിയിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിത, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സുറുമി, വിവിധ വാർഡംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പരിശീലന ക്ലാസ് നൽകി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ 2500 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയ മാലിന്യ സംസ്കരണ അവബോധ ക്ലാസ് നൽകി. വിവിധ ബ്ലോക്കുകളിലായി മാലിന്യ സംസ്കരണത്തിന് പഞ്ചായത്തിനെ സഹായിക്കുന്ന IRTC ഹരിത സഹായ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ 10 ഗ്രാമപഞ്ചായത്തുകളിലെ 36 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് അജൈവ മാലിന്യത്തിന്റെ ശാസ്ത്രീയ പരിപാലനം, ഹരിതകർമ്മസേനയുടെയും യൂസർഫിയുടെയും ആവശ്യകത എന്നിവയെ സംബന്ധിച്ചായിരുന്നു ക്ലാസ്. ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ റഹ്മാൻ, ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ അഞ്ജന, അഞ്ജു കൃഷ്ണ, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ആതിര, ഐശ്വര്യ, അശ്വതി, അരുൺ എന്നിവർ ക്ലാസ് എടുത്തു. കൊഴിഞ്ഞാമ്പാറ, മരുതറോഡ്, ലക്കിടിപ്പെരൂർ, ശ്രീകൃഷ്ണപുരം, കാരാകുറിശി, തൃക്കടീരി, അയിലൂർ, മേലാർക്കോട്, പെരുമാട്ടി, തച്ചമ്പാറ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് മാലിന്യ സംസ്കരണ ക്ലാസുകൾ നൽകിയത്. പരിപാടിയുടെ ഭാഗമായി NSS, SPC വിദ്യാർത്ഥികൾ, IRTC കോർഡിനേറ്റർമാർ എന്നിവർ ഹരിതകർമ്മസേനയ്ക്കൊപ്പം വാതിൽപ്പടി ശേഖരണത്തിനായി ഫീൽഡിൽ ഇറങ്ങുകയും MCF സന്ദർശിക്കുകയും ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്,
furniture, home appliances, mobile phone, laptop, computer and accessories. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭയിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ ലക്കിടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള 26-ാം വാർഡിലെ ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാറും രോഗനിർണയവും കൂട്ടനടത്തവും സംഘടിപ്പിച്ചു. പരിപാടി വാർഡ് കൗൺസിലർ ആതിര നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ലക്കിടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് നായർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു, MLSP സുനിത, ആശാ വർക്കർ നിഷ, വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതിഭയാനകമായ രീതിയിലാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴോ അല്ലെ ഒരു ചെറിയ അടുത്തുള്ള ഒരു ചർച്ചിലേക്ക് പോകുമ്പോഴോ ഒരു ടെമ്പിളിലേക്ക് പോകുമ്പോഴോ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു 20 മിനിറ്റ് നേരം നടക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ വണ്ടി എടുക്കാതെ നടന്നു പോയി തന്നെ അത് ചെയ്യുക. അങ്ങനെയുള്ള നല്ല ആരോഗ്യശീലങ്ങൾ നമ്മളുടെ യുവതലമുറയെ പഠിപ്പിക്കുകയും ഈ ഒരു മെസ്സേജ് നമ്മളുടെ സമൂഹത്തിൽ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 26-ാം വാർഡിലെ പ്രതിനിധീകരിച്ച് ആരോഗ്യ ശുചിത്വ സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു കൂട്ട നടത്തം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ കാര്യങ്ങൾ തുടങ്ങുന്നത്. ഒരുപക്ഷെ ഡെയിലി 10-15 പേര് സ്ത്രീകളടങ്ങുന്ന ഒരു സംഘം രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ നടക്കാൻ ഈ വാർഡിൽ നിന്ന് തുടങ്ങിയാൽ നമ്മളുടെ പല വാർഡുകളിലും പല ആളുകളും അത് ഫോളോ ചെയ്യുകയും നമ്മളുടെ സ്ഥലങ്ങളിലും ഈ ഒരു ശൈലി, അതായത് ഈ ഒരു നടത്തം ശീലമാവുകയും ചെയ്യും. അതിൻ്റെ ഒരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിൽ പാസ് ചെയ്യുന്നതിന് വേണ്ടി 26-ാം വാർഡിലെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ വാർഡ് കൗൺസിലർ അതുപോലെ തന്നെ ഇവിടുത്തെ JHI ബിന്ദു ഇങ്ങനെയുള്ള ആളുകൾ ഇത്രയുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് ഇവിടെ ഈ കൂട്ടനടത്തം തുടങ്ങുകയാണ്. ചുനങ്ങാട് സ്കൂളിൽ സംഘടിപ്പിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിശീലന പരിപാടി സമാപിച്ചു. ചുനങ്ങാട് AVM ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ സമാപന സമ്മേളനം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ പ്രസിഡന്റ് A. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ M. സുജിത്ത് മുഖ്യാതിഥിയായി. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള വയലൻസ് ഉണ്ടാവാൻ പാടില്ല. വയലൻസ്, ഐ ഹേറ്റ് വയലൻസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ബട്ട് വയലൻസ് ലൈക്സ് മീ എന്നുള്ളത് നിങ്ങൾ എടുക്കണ്ട. ഐ ഹേറ്റ് വയലൻസ്. നിങ്ങൾ വയലൻസ് ഇഷ്ടപ്പെടുന്നില്ല. അതിന് ഏറ്റവും നല്ല മാർഗം എന്താ? അപ്പൊ എനിക്കൊക്കെ മറ്റേ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള അനുഭവങ്ങൾ വേണം. പല പ്രശ്നങ്ങൾ പെട്ടെന്ന് നമുക്ക് ടെമ്പർ പോകും, നമുക്ക് ദേഷ്യം വരും, എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ അടുത്ത് ചൂടാവേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. വയലൻസ് കാണിച്ചിട്ട് വല്ല കാര്യമില്ല. അത് കുറച്ച് സമയത്ത് ആവശ്യമുള്ളൂ. വയലൻസിന് കുറച്ച് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ അച്ഛനും അമ്മയായിട്ട് പ്രശ്നമുണ്ടായി, അമ്മ പറയണമെന്ന് സൈക്കിൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇന്നൊരു സാധനം കൊണ്ടുപോകണം, മൊബൈൽ ഫോൺ കൊണ്ടുപോകണം. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് പോകണ്ട എന്ന് നിങ്ങളോട് പറഞ്ഞു. നിങ്ങളാണെങ്കിൽ എനിക്ക് കിട്ടിയേ പറ്റും, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു പാർട്ടിയാണ്, ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റും. അമ്മ പറഞ്ഞ കൊണ്ടുപോകണ്ട, നീ മൊബൈൽ കൊണ്ടുപോകണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേകത. സ്കൗട്ട് മാസ്റ്റർ C. രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സജു T. വർഗീസ് അധ്യക്ഷനായി. ഗൈഡ്സ് ക്യാപ്റ്റൻ T. ഗീത നന്ദി പറഞ്ഞു. M. ശ്രീധരൻ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾക്ക് സ്റ്റോപ്പ് വയലൻസ് എന്ന വിഷയത്തെക്കുറിച്ച് CI സുജിത്ത് ക്ലാസ് എടുത്തു. ഇതിൽ മെഡിറ്റേഷന്റെ പ്രായോഗിക കാര്യങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് ക്ലാസ് കൂടുതൽ രസകരമാക്കി. ചരിത്രത്തിൽ ഇന്ന് സുന്ദർലാൽ ബഹുഗുണ ഓർമ്മദിനം. ഭാരതത്തിലെ ശ്രദ്ധേയനായ ഒരു പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവും ഗാന്ധിയൻ ചിന്താരീതികളായ അഹിംസ, സത്യാഗ്രഹം എന്നിവയുടെ അനുകർത്താവുമായിരുന്നു സുന്ദർലാൽ ബഹുഗുണ. 1927 ജനുവരി 9 ഉത്തരാഖണ്ഡിലെ തെഹരി എന്ന സ്ഥലത്തിനടുത്തുള്ള
മമോദ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1970കളിൽ ചിപ്കോ പ്രസ്ഥാനത്തിലെ അംഗമെന്ന നിലയിലും പിന്നീട് 1980 മുതൽ 2004 ഒടുവ് വരെ തെഹരി അണക്കെട്ട് വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളി എന്ന നിലയിലും ഹിമാലയ സാനുക്കളിലെ വനസംരക്ഷണത്തിനായി വർഷങ്ങളോളം അദ്ദേഹം പോരാടി. ഇന്ത്യയിലെ ആദ്യകാല പരിസ്ഥിതി പ്രവർത്തകരിൽ ഒരാളായ ബഹുഗുണ പിന്നീട് ചിപ്കോ പ്രസ്ഥാനത്തിലെ ജനങ്ങളുമായി ചേർന്ന് രാജ്യത്തുടനീളം വനനശീകരണം, വലിയ അണക്കെട്ടുകൾ, ഖനനം തുടങ്ങി നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെതിരെ പ്രക്ഷോഭ പരിപാടികൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. 2009 ജനുവരി 26 ഭാരതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബഹുമതിയായ പത്മവിഭൂഷൺ പുരസ്കാരം നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. 2021 മെയ് 21 കോവിഡ് മൂലം അദ്ദേഹം അന്തരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.